ഉണ്ടോ? ഇതിൽ മാങ്ങയൊക്കെ ഉണ്ടായി ഞങ്ങൾ കുറച്ച് പറിച്ച് തീർത്തു. അപ്പൊ ഇതിൽ ചെറിയ മാങ്ങ ഉണ്ടായപ്പോ, നമ്മുടെ കണ്ണിമാങ്ങ ഉണ്ടായപ്പോ ഞാൻ ആദ്യം അതില് കുറച്ച് പറിച്ചിട്ട് ഞാൻ കണ്ണിമാങ്ങ അച്ചാറിട്ടു ഈ ഭരണിയില്. അപ്പൊ അതിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ അതിന്റെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുക ഞാൻ. അപ്പൊ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതെടുക്കുമ്പോ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാറ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ ഞാൻ നമ്മുടെ കണ്ണിമാങ്ങ എല്ലാം കഴുകി വൃത്തിയായി നല്ലതായിട്ട് തുടച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഉപയോഗിക്കുന്ന ഭരണിയും നല്ല വൃത്തിയായി കഴുകി തുടച്ച് ഒട്ടും വെള്ളമായി ഇല്ല വെച്ചിരിക്കുകയാണ്. അതിലോട്ട് നമ്മളിനി കുറച്ച് കല്ലുപ്പ് കുറച്ച് ആദ്യമേ ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് അടുത്ത ഒരു ലെയർ നമ്മൾ കണ്ണിമാങ്ങ ഇടുന്നു. അതിനുശേഷം വീണ്ടും കുറച്ച് കല്ലുപ്പ് ചേർക്കുന്നു. അങ്ങനെ ആ മാങ്ങ തീരുന്നവരെ അതേപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു വെള്ള തുണി കൊണ്ട് നമുക്കിതിൻ്റെ ഭരണിയുടെ വായ ഒന്ന് ശരിക്കും ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 3-4 ദിവസം നമ്മൾ ഇത് മാറ്റി വെക്കണം. ഈ 4 ദിവസവും നമ്മളിത് ഭരണി അഴിക്കാതെ തന്നെ മൊത്തത്തിലൊന്ന് കുലുക്കിയതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് ഈ ഭരണി ഒന്ന് അഴിക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഉപ്പെല്ലാം അലുത്ത് ഫുൾ വെള്ളം മാങ്ങയുടെ മേളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ് വെച്ച് മാങ്ങയും ആ വെള്ളവും കൂടെ ഒന്ന് സെപ്പറേറ്റ് ആക്കി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്കിതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, അത് പിരിയൻ മുളകിൻ്റെയും സാധാ മുളകിൻ്റെയും മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. 1 ടേബിൾ സ്പൂൺ പച്ചക്കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ഇത്രയും സാധനം എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ അരിച്ചു വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളം കുറച്ചൊഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് അത് നമ്മൾ ബാക്കിയുള്ള ഉപ്പുവെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടത് ആ ഉപ്പുവെള്ളമായിട്ട് ആ മിക്സ് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കതിലോട്ട് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. ആ മാങ്ങ ഇതിപ്പം ഭരണിയിലേക്ക് എടുത്തു വെച്ച് ചേർത്താലും മതി. ഞാനത് കാണിക്കുന്നത് വീഡിയോ കാണാനായിട്ട് വേണ്ടി ഇങ്ങനെ പാത്രത്തിൽ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഭരണിയിലേക്ക് ചേർക്കാം. ഇനി ഭരണിയിൽ തന്നെ വേണം നിർബന്ധമില്ല. നമ്മുടെ ഗ്ലാസ് ജാറുകളുണ്ടല്ലോ, എയർ ടൈറ്റ് ഉള്ള ഗ്ലാസ് ജാറുകളിലേക്ക് മാറ്റി വെച്ചാലും മതി. ഞാനിത് ഭരണിയിലേക്ക് തന്നെയാണ് വെക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് കായം ചേർത്തിട്ടില്ല. അതെനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിയാണ് ഇതിനകത്ത് പറഞ്ഞത്. ഒരു പാലക്കാടുകാരാണ്. അവർ തനതായ രീതിയിൽ കണ്ണിമാങ്ങ അച്ചാർ ഇടുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് പറഞ്ഞത് അങ്ങനെ കണ്ണിമാങ്ങയിൽ ശരിക്കും കടുകും മുളകും മാത്രമേ ചേർക്കുള്ളൂ. വേണമെങ്കിൽ കുറച്ച് ഉലുവ ചേർക്കാം. ഞാൻ ശകലം ഉലുവ ചേർത്തിട്ടുണ്ട്, കായ ഒട്ടുമേ ചേർത്തിട്ടില്ല. കണ്ടോ, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഭരണിന്നൊരു 2-3 മാങ്ങ എടുത്ത് വെളിയിലോട്ട് വെച്ചിരിക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് നന്നായിട്ട് ചുങ്ങി നല്ലതായിട്ടുണ്ട്. കണ്ടോ, സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.